വിദ്യാർത്ഥി നേതാവിൽ നിന്ന് CPIഎമ്മിന്റെ ജനകീയ നേതാവായി വളർന്നു സീതാറാം യെച്ചൂരി. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ യെച്ചൂരി UPA സർക്കാരിന്റെ നയപരിപാടികൾ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത്. SFIയുടെ തലപ്പത്തേക്ക് കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നേതാവ്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇടത് തേരോട്ടത്തിന് സാരഥ്യം വഹിച്ച വിദ്യാർത്ഥി നേതാവ്. അടിയന്തരാവസ്ഥക്കാലത്തെ ജയിൽവാസം, ഇന്ദിരാഗാന്ധിക്കെതിരായി അവരുടെ വസതിയിൽ നടത്തിയ പ്രതിഷേധം വളർന്നുവരുന്ന നേതാവിന്റെ പോരാട്ടവീര്യം തെളിയിക്കുന്നതായിരുന്നു. പോലീസിന്റെ കിരാതവാഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വച്ച് കുറ്റപത്രം വായിച്ചു. തുടർന്ന് JNU വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗത്യന്തരമില്ലാതെ ഇന്ദിരയുടെ രാജി. SFI നേതാവായിരിക്കെ CPIM കേന്ദ്ര കമ്മിറ്റിയിലേക്ക്, പൊളിറ്റ് ബ്യൂറോയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ്, പാർട്ടി ഭരണഘടനയിൽ മാറ്റം വരുത്തി രൂപീകരിച്ച കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗം, ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന നിർദ്ദേശത്തിൽ നിർണായക തീരുമാനം പാർട്ടി കൈക്കൊണ്ടപ്പോൾ അതിലും ഭാഗഭാക്കായി യെച്ചൂരി. സഖ്യ സർക്കാർ എന്ന ആശയത്തിന് പിന്തുണ നൽകിയ ഹർകിഷൻ സിംഗ് സുർജീത്തിന്റെ നിലപാടിനോട് ചേർന്ന് നിന്നു. ഒന്നാം UPA സർക്കാർ കാലത്ത് നയപരിപാടികൾ തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഒടുവിൽ ആണവ കരാറിന്റെ പേരിൽ പാർട്ടി സർക്കാരിന് പിന്തുണ പിൻവലിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിൽ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതും ചരിത്രം. പിന്തുണ പിൻവലിച്ചത് കരാറിന്റെ പേരിൽ ആകരുതായിരുന്നു, വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളുടെ പേരിലാകണമായിരുന്നു എന്ന് പിന്നീട് സീതാറാം യെച്ചൂരി നിലപാട് വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായുള്ള കരാറിനെതിരായ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ നിന്നു യെച്ചൂരി. അപ്പോഴും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തി. പാർലമെന്റിലെ ശക്തമായ സാന്നിധ്യം, BJPയുടേതും കോൺഗ്രസിന്റേതും അല്ലാത്ത നയങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് അടയാളപ്പെടുത്തി. പാർലമെന്റ് സമ്മേളനകാലത്തെ യെച്ചൂരിയുടെ വാർത്താസമ്മേളനങ്ങൾ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് ഊഷ്മളമായ ഓർമ്മയാണ്. മാറിയ കാലത്ത് BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് സ്വീകരിച്ചു. കാർക്കശ്യമുള്ള നിലപാടുകളിൽ വ്യതിയാനം വരുത്താതെ CPIഎമ്മിന്റെ ജനകീയ മുഖമായി മാറിയ നേതാവാണ് വിട പറയുന്നത്. ലാൽ സലാം, കോംറേഡ്. റിസർച്ച് ഡെസ്ക് 24.